ഇത്രയും ലെഗ് സ്പേസ് സ്വപ്നങ്ങളിൽ മാത്രം. ഇത് ട്രൗസർ ഇട്ടുകൊണ്ട് അതൊരു രസം തന്നെയാണത്. വിജറ്റിൻ്റെ യൂണിഫോം ആൾക്കാർ ബബിൾസ് ഇറങ്ങാന്ന് പറയുന്നത് ഉഷാറത്തോട അല്ലെങ്കിൽ പിന്നെ ബിസിനസ് ക്ലാസ് എടുക്കണം. ഫ്ലൈറ്റ് ഫുള്ളായിട്ട് തന്നെയാണ് പോകുന്നത്. വിയറ്റ്നാം സീരീസ് ആണ് ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണം. എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് സമീർ അലി. എൻ്റെ നാടായ മാളയിലല്ല, തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഫുക്കോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഇടയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഫുക്കോക്ക്. ഫുക്കറ്റ് എന്ന് കേട്ട് കാണും. തായ്ലൻഡിലെ ഫുക്കറ്റ് അല്ല കേട്ടോ, ഫുക്കോക്ക്. നീ കണ്ടില്ലേ, സ്പെല്ലിങ്ങിന് വ്യത്യാസമുണ്ട്. ഫുക്കറ്റ് എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, ഫുക്കോക്ക് എന്ന് എഴുതുന്നത് ഇങ്ങനെയാണത്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയി വരുന്ന ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഫുക്കോക്കിലേക്ക് പോകുന്നത്. ഫുക്കോക്ക് എന്ന് പറയുമ്പോൾ ഇനി കൺഫ്യൂഷൻ ആവേണ്ട, വിയറ്റ്നാമിലൊരു സ്ഥലമാണ് കേട്ടോ ഫുക്കോക്ക്. അപ്പോൾ ഫുക്കോക്കിൻ്റെ പുതിയ കാഴ്ചകൾ അനുഭവങ്ങളിലേക്കൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. വിയറ്റ്നാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഹോച്ചിമിൻ സിറ്റി, ഹനോയ്, ദനാങ് ഒക്കെയാണ് പ്രധാനമായിട്ടും ആളുകൾ പോകാറുള്ള സ്ഥലങ്ങളെങ്കിൽ ഇവിടെ ഫുക്കോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് പുതുമകൾ നിറഞ്ഞ കാഴ്ചകൾ നമ്മൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങോട്ടുള്ള യാത്രയാണത്. അറ്റ് പ്രസന്റ് ഞാനിപ്പോൾ വിയറ്റ്നാമിലെത്തിയിട്ട് ഒരു 7-8 ദിവസമായി. അപ്പോൾ ഒരു ലേഡീസ് ഓൺലി ഗ്രൂപ്പിനോടൊപ്പം വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരാഴ്ച ഇവിടെ വിയറ്റ്നാമിൻ്റെ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കന്യാകുമാരി ടു കാസർഗോഡ് വരെ അടിച്ചു പൊളിച്ച പോലെ തന്നെ നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിലെത്തി. അവിടെ നിന്ന് നമ്മൾ ഹനോയിലേക്ക് പോയി. ഹനോയിൽ അടിച്ചു പൊളിച്ചതിന് ശേഷം നമ്മൾ ദനാങ്ങിൽ വന്ന്, ദനാങ്ങിലുള്ള അടിച്ചുപൊളികൾക്ക് ശേഷം ഹോച്ചിമിൻ സിറ്റിയിലെത്തി. ഹോച്ചിമിൻ സിറ്റിയിലെ അടിപൊളി കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അവരെ നാട്ടിലേക്ക് കയറ്റി വിട്ടതിന് ശേഷമാണ് ഞാൻ ഫുക്കോക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഫുക്കോക്കിലേക്ക് കയറാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഡൊമസ്റ്റിക്കലാണ്, അവർ ഇൻ്റർനാഷണലിൽ നിന്ന് കയറ്റി വിട്ട് ഇവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നു. വിജറ്റ് ഒരു രക്ഷയിൽ നമ്മുടെ നാട്ടിൽ ഇൻഡിഗോ പോലെ തന്നെയാണ് ഇവിടെ ഈ പറഞ്ഞ സർവീസ്. നല്ല സർവീസാണ്. പലപ്പോഴും ഈ സമയക്രമത്തിൻ്റെ കാര്യത്തിൽ പല ഏറ്റക്കുറച്ചിലുകളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും നല്ല സർവീസാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെ ഇവരുടെ യൂണിഫോമാണ് കേട്ടോ, വിജറ്റിൻ്റെ യൂണിഫോം. ഇപ്പോൾ നല്ല രസം. ഇപ്പോഴും നമ്മൾ ട്രൗസർ ഇട്ട ആൾക്കാരെ കാണലില്ലല്ലോ. മുട്ടിന് കുറച്ചുകൂടി മുകളിലുള്ള മറ്റ് ഡ്രസ്സുകൾ കാണാറുണ്ടെങ്കിലും ഇത് ട്രൗസർ ഇട്ടുകൊണ്ട് അതൊരു രസം തന്നെയാണത്. പിന്നെ വിയറ്റ്നാമിലെ എയർപോർട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുള്ളത് ഹോച്ചിമിൻ സിറ്റിയിലാണ്. ഹോച്ചിമിൻ സിറ്റിയിലെ ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ബോർഡിങ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടുത്തൊക്കെ എയർപോർട്ടിൽ വരുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, പുതുമകളുള്ള സംഭവങ്ങൾ. പ്രത്യേകിച്ച് മീൻ വിൽക്കുന്നത് എയർപോർട്ടിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു കാര്യമാണത്. മീൻ വിൽക്കുക, അതായത് ഉണക്കമീനും പച്ചമീനൊക്കെ വിൽക്കുന്നത്. കടകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടിലെ നോർമൽ കൗണ്ടറിൽ മദ്യമൊക്കെ കിട്ടും കേട്ടോ. ഇതൊക്കെ കണ്ടില്ല, ഇവിടെയൊക്കെ എല്ലാ ബ്രാൻഡുകളും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇതേ കണ്ടില്ല, ബബ്ലൂസ് നാരങ്ങ. ബാക്കിൽ തേങ്ങ ഒന്നല്ല ഇട വെച്ചിരുന്നത്, ബബ്ലൂസ് നാരങ്ങ. ഞങ്ങൾ മാളക്കാർ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയുന്നു. നിങ്ങൾ ഓരോ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നാരങ്ങ വെച്ചിട്ടുണ്ട്, മാങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അടുത്ത കടകളിൽ വരുമ്പോൾ ഇവിടുത്തെ ലോക്കൽ സംഭവങ്ങളൊക്കെ, ഫ്രൂട്ട്സൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസായിട്ടും നമ്മുടെ റംബൂട്ടാൻ, ഓറഞ്ച്, ഫാഷൻ ഫ്രൂട്ട് സംഭവങ്ങളൊക്കെ നമുക്ക് ജ്യൂസായിട്ടും തരും, അല്ലാണ്ട് മേടിച്ച് കഴിക്കാം. ഇതൊക്കെയാണ് ഷോപ്പിൻ്റെ കാഴ്ചകൾ. ഇത് കണ്ട വിയറ്റ്നാമി ബ്രെഡ് എന്ന് പറയുന്നത് വലിയ സൈസ് ബ്രെഡാണ് കേട്ടോ, വലിയ ബന്നുകളാണത്. ഇത് കണ്ടില്ല, ഇതിനകത്ത് നമ്മൾ ചിക്കനോ പോർക്കൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള സാൻഡ്വിച്ചസൊക്കെ കിട്ടും. നല്ല ഉഷാറത്തോട. ഇതേ കണ്ടില്ലേ. അതുപോലെ എഗ് ഐറ്റംസ്. ഇതിങ്ങനെ നിരനിരയായിട്ട് വിഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ താല്പര്യാനുസരണം അവർ സെറ്റ് ചെയ്ത് തരും. ഇത്തരത്തിലുള്ള ഷോപ്പുകളാണ് പ്രധാനമായിട്ടുള്ളത് കേട്ടോ. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ വിൽക്കുന്നത്, നമ്മൾ സാധാരണ ഫ്രൂട്ട് സലാഡ് സംഭവങ്ങളൊക്കെ പല എയർപോർട്ടിൽ കാണാറുണ്ടെങ്കിൽ ഇത് ഫ്രൂട്ട്സ്, നമ്മുടെ ബബ്ലൂസ് നാരങ്ങയും മാങ്ങയും ഷമാമും സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. രൂപിക്ക് നെല്ലിക്കൊക്കെ വിറ്റാൽ എങ്ങനെ ഉണ്ടാവും? എന്താണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ വരാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടുത്തെ നല്ല രീതിയിൽ അത് മേടിച്ച് കഴിക്കുന്നുണ്ടാവും. പിന്നെ വിയറ്റ്നാമിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് അറിയോ? ഇവിടുത്തെ കറൻസിയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാനൊരു ഡ്രിങ്ക് മേടിച്ചിട്ടാ, ഒരു ഡ്രിങ്ക് കുടിക്കാൻ മേടിച്ചതിന് എത്ര കാശ് കൊടുത്തെന്ന് അറിയോ? വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇതിൻ്റെ വില കേട്ടുകഴിഞ്ഞാൽ 26,000 രൂപേൻ്റെ കൊടുത്ത് 26,000 രൂപ ഡ്രിങ്ക് അല്ലേ. ഇതിൻ്റെ പേര് നമുക്കറിയാൻ പാടില്ല. എന്തായാലും ലെമണേഡാണ് പേര്. ഇത് വിയറ്റ്നാമി ഭാഷയിലൊക്കെയാണ് എഴുതി ചെയ്യണത്. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. നല്ല ദാഹമുള്ളപ്പോൾ എന്ത് കിട്ടിയാലും പച്ചവെള്ളത്തിനും ഭയങ്കര രുചി ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ കുറേ വിശേഷങ്ങളുണ്ട്. ഇനി കാണാൻ പോകുന്നത് വിയറ്റ്നാം സീരീസാണ് കേട്ടോ. വിയറ്റ്നാമിൽ വന്ന് കഴിച്ച ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണം, ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ, അങ്ങനെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള വീഡിയോകളാണ് എനിക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും എങ്ങനെ വിയറ്റ്നാമിലേക്ക് വരാം, ഒറ്റക്കോ കുടുംബസമേതമൊക്കെ എങ്ങനെ വിയറ്റ്നാമിലേക്ക് വരാം,
വിയറ്റ്നാമിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വിയറ്റ്നാമിലേക്ക് വന്നു എന്ന് കേട്ടിട്ട് നിങ്ങൾ ഓടിച്ചാടി വിയറ്റ്നാമിൽ വന്ന് നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും. വിയറ്റ്നാമിലെ യാത്രകൾ നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം? നിങ്ങളുടെ കുട്ടികളുടെ പ്രായം എന്താണ്? ആ പ്രായത്തിനനുസരിച്ച് എങ്ങനെ പ്ലാൻ ചെയ്യാം? ഹണിമൂൺ ആണെങ്കിൽ അത് എങ്ങനെ പ്ലാൻ ചെയ്യാം? പ്രായമായ മാതാപിതാക്കളോടൊപ്പം എങ്ങനെ പ്ലാൻ ചെയ്യാം? ഒറ്റക്കുള്ള യാത്രയാണെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യും? ഇതൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ. വെറുതെ ഓടിക്കയറി വന്നു കഴിഞ്ഞാൽ കട്ട ബോറിംഗ് ആയിരിക്കും. അപ്പോൾ അതിന് ഈ വീഡിയോ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക. വഴിയെ പറയാം എങ്ങനെയാണ് വിയറ്റ്നാം യാത്ര പ്ലാൻ ചെയ്യേണ്ടത്, ഏതൊക്കെ സിറ്റീസ് ആരൊക്കെ സന്ദർശിക്കണം, ഓരോ സിറ്റികൾ വരുമ്പോഴും മസ്റ്റായിട്ട് കാണേണ്ട കാഴ്ചകൾ, കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എല്ലാം പറഞ്ഞുതരാം. ഇതേ നമ്മുടെ ബോർഡിങ് ഫൈനൽ കോൾ വിളിക്കുന്നു. വിയറ്റ്നാമിൽ നിങ്ങൾക്കറിയാലോ കറൻസി വാല്യൂ ഭയങ്കര കുറവാണ്. നമുക്ക് നമ്മുടെ കറൻസിക്ക് ഭയങ്കര മേൽക്കോയ്മയാണത്. അപ്പോൾ അത് കറൻസി വിശേഷങ്ങൾ പറയട്ടെ. അപ്പോൾ നമ്മളിവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ലക്ഷങ്ങളാണ് കൊടുക്കുക. ഇപ്പോൾ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട് ഒരു ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചായ കുടിക്കണമെങ്കിൽ 40,000 രൂപ കൊടുക്കേണ്ടി വരും ഒരു ചായക്ക്. ഒരു നല്ലൊരു ഫുൾ മീൽ കഴിക്കണമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം KFCന്ന് 2 കഷ്ണം ചിക്കൻ കഴിച്ചപ്പോൾ ഏതാണ്ട് 1.5-2.25 ലക്ഷം രൂപയൊക്കെ ആയി. മേടിക്കാൻ വരട്ടെ, നമ്മുടെ ഇന്ത്യയുടെ ചെറിയ തുകയാവുള്ളൂ. ബോർഡിങ് ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുക്കോക്കിലേക്ക് ധാരാളം യാത്രക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഒരുപാട് വലിച്ചു തെറ്റിക്കൊണ്ട് പോകണില്ല, ഒരുപാട് വാചാലനാവുന്നു. പിന്നെ ഈ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് വളരെ അഡ്വഞ്ചറായിട്ടുള്ള ട്രിപ്പിനെ പോയി നമ്മുടെ കുച്ചി ടണലൊക്കെ കാണാൻ പോയിക്കായിരുന്നു. കുച്ചി ടണലിനെ കുറിച്ച് അറിയാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്തോ, അറിയുന്നവർ കമൻറ്റ് ചെയ്തോ. ജീവിതത്തിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാണ് നമ്മുടെ ഈജിപ്തിലെ നമ്മുടെ പിരമിഡിൻ്റെ അടുത്തേക്ക് നമ്മളാകെ വണ്ടറടിച്ചു. ഇങ്ങനെ മനുഷ്യരുണ്ടായിരുന്നു. കുച്ചി ടണലെത്തുമ്പോൾ ഇങ്ങനെ മനുഷ്യരുണ്ടായിരുന്നു. ഓരോ നാട്ടിലും ഓരോ കാഴ്ചകളിലേക്കും നമ്മൾ ഇങ്ങനെയെന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മനുഷ്യർക്ക് ഇങ്ങനെ സാധിക്കുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കും. ഒരുപാട് ഡയലോഗ് അടിച്ച് മാറ്റുന്നില്ല. അവിടെ കണ്ടില്ലേ ക്യൂ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഫുക്കോക്കിലേക്കുള്ള യാത്ര എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ബോർഡിംഗ് ഗേറ്റിൽ നിന്ന് വന്ന് നേരെ ബസ്സിലേക്ക് കയറി. ബസ്സിൽ നിറയെ ആളുകളാണ് കുത്തി നിറച്ച കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ ഡൊമസ്റ്റിക് സർവീസ് അതിൻ്റെ പേരിലായിരിക്കാം. കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറഞ്ഞാൽ അധികവും ഫാമിലീസാണ്. പ്രത്യേകിച്ച് ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഹണിമൂൺ കപ്പിൾസാണ് അധികവും കാണാൻ കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ബാക്കിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. പിന്നെ യൂറോപ്പിൽ നിന്നും മറ്റൊക്കെ വന്നിട്ടുള്ള ധാരാളം സഞ്ചാരികളുണ്ട്. എന്തായാലും ഞാൻ ആദ്യം ഫുക്കോക്ക് എന്ന് പറഞ്ഞപ്പോൾ വളരെ പരിമിതമായിട്ടുള്ള യാത്രക്കാരെ പ്രതീക്ഷിച്ചത്. പക്ഷേ രക്ഷയില്ല, ഓൾമോസ്റ്റ് ഫ്ലൈറ്റ് ഫുള്ളായിട്ട് തന്നെയാണ് പോകുന്നത്. എന്താ നമുക്ക് നോക്കാം. വിയറ്റ്നാമിലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ വലുതാണ് കേട്ടോ, പ്രത്യേകിച്ച് എയർപോർട്ടിൽ. ഇപ്പോൾ ഡൊമസ്റ്റിക്കിലൊക്കെ ഇവർ പാസഞ്ചേഴ്സിനെ കൊണ്ടുവരുന്ന ബസ്സുകളൊക്കെയാണ് കാണുന്നത്. നമ്മൾ മറ്റേ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്ന ബസ്സാണ് കാണുന്നത്. വളരെ അത്യാധുനികമായിട്ടുള്ള വണ്ടികളൊക്കെയാണത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഇവിടുത്തെ ലോക്കൽ സർവീസിലൊക്കെ ഇത് തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നതും. കുറേ നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിന്ന് കാല് കഴിച്ചിട്ടാണ് ഓണ ലക്ഷണം കണ്ണിക്കുന്ന ലാസ്റ്റത്തെ ബസ് അതിൻ്റെ പേരിലായിരിക്കും തോന്നുന്നുണ്ട്. അവസാനത്തെ ആളെ കൂടി കയറ്റിയിട്ട് വിടാൻ വേണ്ടി നിൽക്കണത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ഫാമിലീസാണ് വന്ന് കയറുന്നത്. അപ്പോൾ ഫുക്കോക്കിൻ്റെ കാഴ്ചകൾ ഫാമിലി ഫ്രണ്ട്ലി തന്നെ ആയിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നമ്മൾ പോകുന്ന ഫുക്കോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും വിയറ്റ്നാമിൻ്റെ ഇപ്പോൾ നമ്മൾ ഇതിക്ക് മുമ്പ് പോയ പോലെ ഹോച്ചിമിൻ സിറ്റി, ഹനോയ്, ദനാങ് പോലുള്ളൊരു സ്ഥലമാണെന്ന് അല്ല. അതെല്ലാം ഒരുമിച്ച് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ഇത് നമ്മളിപ്പോൾ ഇന്ത്യനെ പറയുമ്പോൾ നമുക്ക് ലക്ഷദ്വീപ് പോലെ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വേൾഡ് മാപ്പ് പറയുമ്പോൾ ശ്രീലങ്ക പോലെ, ഇത് വേറിട്ടൊരു സ്ഥലം, ഒരു ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഐലൻഡ് എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിൽ തന്നെ ഏറ്റവും വലിയ ഐലൻഡ്. വിയറ്റ്നാമിൽ ഒരുപാട് ഐലൻഡുകളുണ്ട്, പക്ഷേ വിയറ്റ്നാമിൽ തന്നെ ജനവാസമുള്ള ഏറ്റവും വലിയ ഐലൻഡാണ് ഫുക്കോക്ക് കേട്ടോ. നമ്മുടെ ഇപ്പോൾ അതിൻ്റെ ഒരു ലൊക്കേഷനായിട്ട് പറയുകയാണെങ്കിൽ കംബോഡിയയുടെ അടുത്ത്, തായ്ലൻഡിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും. ഇപ്പോൾ ഇത് കാണുന്നില്ലേ, ഈ കാണുന്നതാണ് ഫുക്കോക്ക് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രിയാവും. അപ്പോൾ കയറും മുമ്പ് തന്നെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. എനിക്ക് വിയറ്റ്നാം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡെസ്റ്റിനേഷനിലൊന്നാണ്. തായ്ലൻഡ് പോലെ തന്നെ വളരെ ഇഷ്ടമുള്ളൊരു ഡെസ്റ്റിനേഷനാണ് വിയറ്റ്നാം. ഫ്ലൈറ്റിൽ കയറുമ്പോൾ കണ്ടത് സീറ്റ് നമ്പർ 1, 2, 3, 4 അങ്ങനെ നോക്കി പോകുമ്പോൾ 13 നമ്പർ സീറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. അതെന്താണെന്നറിയാം, ഫ്ലൈറ്റിൽ 13 നമ്പർ സീറ്റ് ഇല്ലാത്തത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഫ്ലൈറ്റ് യാത്രയിൽ എപ്പോഴും ഫേസ് ചെയ്യുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ലെഗ് സ്പേസ് ആണത്. എമർജൻസി വിൻഡോ കിട്ടിയാൽ മാത്രം ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ യാത്രയിൽ എപ്പോഴും പ്രത്യേകിച്ച് ഇപ്പോൾ തായ്ലൻഡ്, മലേഷ്യ ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം തന്നെയാണത്. അപ്പോൾ ഇപ്പോൾ ഭാഗ്യത്തിന് ഈ ഫ്ലൈറ്റിൽ നമുക്ക് നല്ല ലെഗ് സ്പേസ് കിട്ടി. ലെഗ് സ്പേസ് ഉള്ള സീറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയാൽ ഇത്രയും ലെഗ് സ്പേസ് സ്വപ്നങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ പിന്നെ ബിസിനസ് ക്ലാസ് എടുക്കണം. യെസ്,
കാരണം ഇത്രയും സൗകര്യമുണ്ട്. എമർജൻസി വിൻഡോൻ്റെ അടുത്തുള്ള ഇവിടെ ക്യാബിൻ ക്രൂവിൻ്റെ സീറ്റിൻ്റെ ഇപ്പുറത്തുമായിട്ട്. ഇപ്പുറത്ത് 2 സീറ്റാണുള്ളത്. എയർബസ് A321 ആണ്. ഒരു മണിക്കൂർ 5 മിനിറ്റാണ് ഫ്ലൈയിങ് ടൈം. ഒരു ഐലൻഡാണ്. ഐലൻഡ് അതിൻ്റെ പേര് തന്നെ ഇതേപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഈ മാപ്പ് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഫ്ലൈ ചെയ്തിട്ട് മറ്റൊരു സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ യാത്ര ചെയ്തിരുന്ന സൈഡിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇപ്പോൾ നമ്മൾ തായ്ലൻഡിനെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമ്മുടെ ഫുക്കറ്റ് ഇത്തരത്തിലൊരു വ്യത്യസ്തമായിട്ടുള്ള സ്ഥലം തന്നെയാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഫുക്കോക്കും മാറിപ്പോകണ്ട. ലാൻഡിങ് ടൈമായി. യാത്രയിലുടനീളം കാണാൻ സാധിക്കുന്നത് കൃഷി സ്ഥലങ്ങളാണ്. സിറ്റി വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റിൽ നമ്മൾ കാണുന്നത് മൊത്തം കൃഷി സ്ഥലങ്ങളാണിത്. ശരിക്കും സൺറൈസ് സമയത്തും സൺസെറ്റ് സമയത്തും യാത്ര ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൈ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഈ നോർത്തേൺ ലൈറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര റെഡിഷ് ആയിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. ഇത് രാവിലെ നമുക്ക് കാണാൻ പറ്റും, വൈകിട്ട് കാണാൻ പറ്റും. വൈകിട്ടത്താണ് ഒരു 1-1.5 ഫീല്. പിന്നെ നൈറ്റ് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഉള്ള കാര്യം വെച്ചാൽ വലിയ വലിയ സിറ്റികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ലാൻഡിങ് അല്ലെങ്കിൽ നമ്മൾ ആകാശ കാഴ്ചകൾ, ഇപ്പോൾ ദുബായിയുടെ ആകാശ കാഴ്ച, ബോംബെ, ഡൽഹി, ഇതിൻ്റെയൊക്കെ ആകാശ കാഴ്ചകൾ അതിമനോഹരമാണ്. നമ്മുടെ കൊച്ചിയുടെ മുകളിൽ വരുമ്പോൾ ആകാശ കാഴ്ചകൾ അത്ര എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള ആകാശ കാഴ്ച അത്ര പോരാ. പക്ഷേ പകരമുള്ള കാഴ്ചകൾ ഒരു 1-1.5 നല്ല ഗ്രീനറി മറ്റും. എല്ലാ ലൈറ്റും ഓഫ് ആക്കി. അങ്ങനെ നമ്മൾ ഫുക്കോക്കിലെത്തിയിട്ടാ. നല്ല അടിപൊളി എയർപോർട്ടൊക്കെയാണ്. നമുക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ഫുക്കോക്കിൽ എത്തിച്ചേർന്നിട്ടാ. ഫുക്കോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡാണ്, വിയറ്റ്നാമിൻ്റെ തന്നെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും ടേക്ക് ഓഫ് കഴിയുമ്പോൾ തന്നെ സിറ്റിയുടെ കാഴ്ചകളൊക്കെ ആണെങ്കിൽ കുറേ സമയം നമ്മൾ ആ നഗരത്തിൻ്റെതായിട്ടുള്ള ആ ആഡംബര കാഴ്ചകൾ, നിറയെ ബിൽഡിങ് കൃഷിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ബിൽഡിങ്ങും നഗര കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. അതിനുശേഷം പിന്നെ കാണുന്നത് കൃഷിയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ മണിക്കൂറുകളോളം, അതായത് നമ്മളിപ്പോൾ ഒരു മണിക്കൂറിനടുത്താണ് നമ്മൾ യാത്ര ചെയ്തത്. 1 മണിക്കൂർ 5 മിനിറ്റ് 10 മിനിറ്റ് യാത്ര ചെയ്ത്. പക്ഷെ പിന്നെ അങ്ങോട്ട് കൃഷി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൃഷിയോട് കൃഷി. വേറെ വലിയ വലിയ സിറ്റികൾ പോലൊന്നും കണ്ടില്ലായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് ആ സമയം, സൂര്യാസ്തമയ സമയം, അതൊക്കെ നമുക്ക് വിമാനത്തിലിരുന്ന് കാണുമ്പോൾ അതിമനോഹരമാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ എത്തുന്നത് കടലിൻ്റെ മുകളിലേക്കാണ് എത്തുന്നത്. വിയറ്റ്നാമിൻ്റെ കരപ്രദേശങ്ങൾ പിന്നിട്ടിട്ട് വീണ്ടും കടലിൻ്റെ മുകളിലൂടെ പറന്ന് അതിമനോഹരമായിട്ടുള്ള ഈ ദ്വീപിലേക്ക്. ഈ ദ്വീപാണ് ഫുക്കോക്ക്. ഈ ഫുക്കോക്കിലേക്ക് വരുമ്പോഴുള്ള കൗതുകകരമായിട്ട് തോന്നിയ ഒരു കാര്യം പറയട്ടെ. വിയറ്റ്നാമിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് വിസ ആവശ്യമാണ്, അറിയാലോ. വിസ നമ്മൾ എടുത്ത് തരാം കേട്ടോ. അപ്പോൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. ഇവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിസ ഇവിടേക്ക് മാത്രമല്ല, ലോകത്തെ എവിടേക്ക് വേണ്ടി വിസ ആയാലും ടൂർ പാക്കേജസ് ആയാലും എയർ ടിക്കറ്റ് ഒക്കെ ആയാലും നമ്മൾ അത് ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷേ ഇവിടുത്തെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നേരിട്ട് ഫുക്കോക്കിലേക്ക് വരികയാണെങ്കിൽ വിസയുടെ ആവശ്യമില്ല. വിയറ്റ്നാം തന്നെയാണ്, പക്ഷെ നേരിട്ട് ഫുക്കോക്കിലേക്കാണ് വരുന്നതെങ്കിൽ വിസയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. നേരിട്ട് വരാമെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് ജെറ്റിൻ്റെ ഫ്ലൈറ്റ് ഒക്കെ എടുത്തിട്ട് നേരെ ഹോച്ചിമിനിലോ
അല്ലെങ്കിൽ ഹനോയിലൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ നടക്കില്ല, വിസ ആവശ്യമാണ്. വിയറ്റ്നാമിൽ ആകെ നേരിട്ട് വന്ന് ഇറങ്ങേണ്ടത് ഈ ഫുക്കോക്ക് ആണെങ്കിൽ വിസയുടെ ആവശ്യമില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ മലേഷ്യ വഴിയോ തായ്ലൻഡ് വഴിയോ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വിസയുടെ ആവശ്യമില്ല. ഇന്ത്യക്കാർക്ക് ഓൺ അറൈവലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അപ്പൊ അതൊരു കൗതുകമുള്ള കാര്യമല്ലേ. ഒന്ന് ആലോചിക്കുക, വിയറ്റ്നാമിലേക്ക് വരണമെങ്കിൽ നമുക്ക് വിസ വേണം ഇന്ത്യക്കാർക്ക്. നേരിട്ടിട്ട് ഈ ഫുക്കോക്കിലേക്ക് വരികയാണെങ്കിൽ, വിയറ്റ്നാമിൽ നമ്മൾ ആദ്യമായിട്ട് വന്ന് ഇറങ്ങേണ്ട സ്ഥലം ഫുക്കോക്ക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വിസയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് കേട്ടോ. ഈ ഫുക്കോക്കിൽ വന്നിട്ട് നിങ്ങൾ വിസ എടുക്കാണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ അത് നടക്കില്ല. അതിന് അപ്രൂവലിന്റെ ഒക്കെ ആവശ്യമാണ്. ഇതാണ് ആദ്യത്തെ ഒരു കൗതുകം. പിന്നെ ഐലൻഡാണ്. മനോഹരമായിട്ടുള്ള കടൽ കാഴ്ചകൾ, കടൽ വിഭവങ്ങൾ. ഫുക്കോക്ക് ആയിക്കോട്ടെ, തായ്ലൻഡിലെ ഫുക്കറ്റ് ആയിക്കോട്ടെ, അപ്പോൾ ഒരു ബെസ്റ്റ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ കൂടിയാണ് കേട്ടോ. ഫുഡ് ലവേഴ്സ്, എസ്പെഷ്യലി സീ ഫുഡ്. ഒന്നും പറയാനില്ല, ഒരു 1-1.5 ഐറ്റംസ് ആണ് കാണാൻ പോകുന്നത്. കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടും പുതുമകൾ നിറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളൊരു പുതിയൊരു സ്ഥലം പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഫുക്കോക്ക് തിരഞ്ഞെടുത്തോളൂ. നിങ്ങളെ ഒട്ടും നിരാശരാക്കില്ല എന്നുള്ള കാര്യം. നമ്മൾ ഹോച്ചിമിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഇങ്ങോട്ട് എത്തുമ്പോൾ കുറച്ചുകൂടി ക്ലൈമറ്റ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോഴും എനിക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇരുട്ടായി തുടങ്ങിയില്ല അല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടി റെഡിയാണ്. വണ്ടി കയറി നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോകാം. നെയിൽ ആർട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നുണ്ട്. ഇവിടെ കാണാൻ അത്യാവശ്യം സംഭവങ്ങളൊക്കെ, മിനി ബാർ സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മുന്നോട്ട് നടന്ന് നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ഇന്ന് വ്യത്യസ്തമായിട്ട് കഴിക്കാൻ കിട്ടുമെന്നുള്ളത്. ഈ വിയറ്റ്നാമി ഫ്രൈഡ് റൈസും റെക്കമെൻഡബിൾ ആണ്. ഒരു പ്രശ്നമുണ്ട്, കണ്ടില്ല വഴി നീളം മസാജ് സെന്ററുകൾ. ഈ ഒരു ഐലൻഡിൽ അത്ര വലിയൊരു സൂപ്പർ മാർക്കറ്റ് പ്രതീക്ഷിച്ചില്ല. യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ സെറ്റ് ആയിക്കോളും.